നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോൺമെബോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ അർജന്റീൻ മണ്ണിലെ അവസാന മത്സരത്തിൽ ലയണൽ മെസ്സി പൊളിച്ചടുക്കി ബ്രേസ് അദ്ദേഹം നേടി. അങ്ങനെ 3-0 അർജന്റീന വെനിസ്വലയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. കളിയിൽ അർജന്റീന തന്നെയാണ് ആധിപത്യം പുലർത്തിയത്. മെസ്സിയെ കൂടാതെ അവർക്കായിട്ട് ലൗട്രോ മാർട്ടിനസും ഒരു ഗോൾ കണ്ടെത്തി. ഈ കളിയിൽ ലിയോ മെസ്സിക്കൊപ്പം മുന്നേറ്റ നിരയിൽ ഹുലിൻ ആൽവരസും തിയാഗോ അൽമേഡയും ഫ്രാങ്കോ മസ്തുൻഡോയും ഒക്കെ ഒരുമിച്ചിറങ്ങി. അർജന്റീനയുടെ ആധിപത്യം തന്നെയാണ് നമ്മൾ കളിയിൽ കണ്ടത്. ആദ്യ പകുതിയിൽ 39-ാമത്തെ മിനിറ്റിലാണ് ആദ്യ ഗോൾ പിറക്കുന്നത്. മനോഹരമായ ഒരു നീക്കത്തിൽ ഹുലിൻ ആൽവരസ് പന്ത് ലിയോ മെസ്സിക്ക് കൊടുക്കുകയായിരുന്നു. 39-ാമത്തെ മിനിറ്റിൽ അദ്ദേഹം നേടിയ ആ ഗോളിന് ഇടവേള സമയത്ത് അവർ ലീഡിലായിരുന്നു. രണ്ടാം പകുതിയിൽ അവർ ആധിപത്യം തുടരുകയും 76-ാമത്തെ മിനിറ്റിൽ നിക്കോ ഗോൺസാലസിൻ്റെ അസിസ്റ്റിൽ നിന്ന് ലൗട്രോ മാർട്ടിനസ് പന്ത് വലയിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതോടുകൂടി 2-0 ലീഡായി. മത്സരം അവർ വിജയിക്കുമെന്ന് ഉറപ്പാക്കി. എന്നാൽ മെസ്സിയുടെ അടുത്ത ഗോൾ കൂടി തിയാഗോ അൽമേഡ അദ്ദേഹം പെനാൽറ്റി ബോക്സിൽ നിന്ന് മനോഹരമായിട്ട് മെസ്സിയിലേക്ക് പന്ത് എത്തിക്കുന്ന കാഴ്ച, അത് മെസ്സി അനായാസം ഫിനിഷ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ മെസ്സി ബ്രേസും പൂർത്തിയാക്കി. 3-0 തകർപ്പൻ ജയമാണ് ഇപ്പോൾ അർജന്റീന സ്വന്തമാക്കിയിരിക്കുന്നത്. മെസ്സി ഈ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയറിൽ നിലവിൽ സൗത്ത് അമേരിക്കയിൽ ടോപ്പ് സ്കോററാണ് എന്ന കാര്യം കൂടി അറിയുക. 17 കളികളിൽ നിന്ന് 38 പോയിന്റുമായിട്ട് അർജന്റീനയാണ് ഇപ്പോൾ 1-ാം സ്ഥാനത്ത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.